5 വർഷം അനേകം വികസന പദ്ധതികൾ. വികസനത്തിന്റെ നാൾവഴികൾ തേടി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് വളയം ഗ്രാമപഞ്ചായത്തിലാണ്. 5 വർഷത്തിൽ അനേകം പദ്ധതികൾ പൂർത്തീകരിച്ച, പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച ഏറെ സന്തോഷത്തോടെ പടിയിറങ്ങുകയാണ് ഇവിടെ ഭരണസമിതി. 5 വർഷം കൊണ്ട് വളയം പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയാണ് വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രതീഷ്. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹമാണ് വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രതീഷ്. 5 വർഷം പൂർത്തിയാക്കി ഭരണസമിതിയിൽ നിന്നും ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു 5 വർഷക്കാലം വളയത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട്. അതേക്കുറിച്ച് 2 വാക്ക് പറയാം. നിങ്ങൾ ഈ പരിപാടി ഞാൻ നേരത്തെ കണ്ടിരുന്നു. നമ്മുടെ ഈ വളയം താലൂക്കിലെ 2-3 പഞ്ചായത്തുകളിലെ പരിപാടി കണ്ടിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ 5 വർഷക്കാലം പൂർത്തിയാക്കി ആ ചുമതലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഇറങ്ങുന്നത്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വളയത്തെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും ആത്മാർത്ഥമായും സത്യസന്ധമായും നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഏറ്റവും നന്നായിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഈ 5 വർഷക്കാലത്തിനിടയിൽ വളയം ഗ്രാമപഞ്ചായത്തിന് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അടിസ്ഥാന മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല തുടങ്ങി എല്ലാ മേഖലയിലും ഈ വളയത്തെ 14 വാർഡുകളിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് 14 വാർഡുകളെയും ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് വളയം ഗ്രാമപഞ്ചായത്ത് ഈ കഴിഞ്ഞ നാളുകളിൽ ഭരണസമിതിയുടെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു പഞ്ചായത്താണ്, ഒരു ഗ്രാമപ്രദേശമാണ്. തികച്ചും സാധാരണക്കാരായ ആളുകളാണ്. അപ്പോൾ അവരുടെ നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഏതൊക്കെ തരത്തിൽ സാധിച്ചു നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്? കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര മേഖലയിലുള്ള പഞ്ചായത്താണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തികച്ചും ഗ്രാമീണരായിട്ടുള്ള ആളുകളാണ് ഈ പഞ്ചായത്തിൽ വസിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അടിസ്ഥാന വികസന സൗകര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ഉന്നയിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, വിദ്യാഭ്യാസ മേഖല. വളയം ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വടകര താലൂക്കിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വളയം ഗവൺമെൻറ് ആശുപത്രി അത് ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യം ലഭിക്കുന്ന ആശുപത്രിയായി വളയത്ത് ആശുപത്രി ആയി മാറി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വളയത്തിൻ്റെ വികസന പുരോഗതിക്ക് പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് വളയം ചെക്കോറ്റയിൽ നേരത്തെ ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകിയ സ്ഥലത്ത് 10 കോടി രൂപ ചെലവിൽ, സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച 10 കോടി രൂപ ചെലവിൽ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം ഇക്കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യം വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ വളയം ടൗണിൻ്റെ സൗന്ദര്യവൽക്കരണവും നവീകരണവും. ബഹുമാനപ്പെട്ട MLAയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും എല്ലാം നല്ല രീതിയിൽ സഹായിച്ചതിൻ്റെ ഭാഗമായി ഈ കോഴിക്കോട് ജില്ലയിലെ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഗ്രാമപ്രദേശത്തെ ഒരു അങ്ങാടി എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല നിലയിൽ സൗന്ദര്യവൽക്കരിച്ച് 2.5 കോടി രൂപ ചെലവിൽ അതിമനോഹരമായ ഒരു അങ്ങാടിയാക്കി വളയം അങ്ങാടിയെ മാറ്റാൻ വേണ്ടി ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ എന്ത് പ്രവർത്തനങ്ങളായാലും ഒരു കൂട്ടായ്മ അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഭരണസമിതി ഒരു ഒപ്പന അവതരിപ്പിച്ചത്. അപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഒരു ഐക്യം എങ്ങനെയായിരുന്നു ഈ ഒരു 5 വർഷം? അല്ല, തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്നവരെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉള്ളൂ. നമ്മൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി മത്സരിച്ച് ഭരണസമിതികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഭരണസമിതിയാണ്. ആ ഭരണസമിതി എന്നുള്ള നിലയിൽ 100% അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ വളയം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ ഏറ്റവും നന്നായി ആത്മാർത്ഥമായി ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ചു. സർവോപരി ഈ വളയം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റവും വലിയ പിന്തുണയാണ് ഭരണസമിതിക്ക് നൽകിയിട്ടുള്ളത്. ആ ഒരു പ്രവർത്തനത്തിന്റെ ഒരു വിജയമാണ് ഈ ഒരു 5 വർഷക്കാലം. അടിസ്ഥാന മേഖലയിൽ വളയത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം വികസനം ഈ വളയത്തിന്റെ വികസനത്തിന് വലിയ നാഴികക്കല്ലായി മാറും. അതിൻ്റെ തുടക്കം കൂടി കുറിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി പോകുന്നത്. തുടർന്ന് വരുന്ന ഭരണസമിതി ടൂറിസം മേഖലയിൽ ഏറ്റവും നന്നായി ഇടപെട്ടുകൊണ്ട് വളയത്തിൻ്റെ ടൂറിസം മേഖല വളർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പ്രസിഡന്റിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ട്രോഫികൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ട്. അപ്പോൾ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 2 തവണ നേടിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് വളയം. അതൊരു വലിയ നേട്ടമായിട്ട് കാണുന്നുണ്ട്. വലിയ നേട്ടമാണ്. ഈ ഭരണസമിതിയുടെ കാലയളവിനിടയിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പഞ്ചായത്തായി സംസ്ഥാന ഗവൺമെൻറ് സ്വരാജ് ട്രോഫി തുടർച്ചയായി 2 തവണ ഈ ഗ്രാമപഞ്ചായത്തിന് വാങ്ങാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു അതിദരിദ്രരില്ലാത്ത കേരളം പദ്ധതി. ആ പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ച സമയത്ത്
വളരെ സമയബന്ധിതമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഈ കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി അതിദരിദ്രമില്ലാത്ത പഞ്ചായത്തായി വളയം മാറി സംസ്ഥാനത്ത് 2ാം സ്ഥാനത്തെത്താൻ വേണ്ടി സാധിച്ചു. അതിനെല്ലാം വലിയ പുരസ്കാരങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഉപരി ഞങ്ങൾ കാണുന്നത് വളയത്തെ മുഴുവൻ ജനങ്ങളും ഏറ്റവും വലിയ പിന്തുണയും അതുപോലെ തന്നെ സഹായവും ഈ ഭരണസമിതിക്ക് നൽകി എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാരിതാർത്ഥ്യവും, അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനം. കോവിഡ് തുടങ്ങിയ ഒരു സമയത്താണ് ഈ ഒരു ഭരണസമിതി അധികാരത്തിലേറിയത്. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും തുടങ്ങിയത്. അത് ശരിക്കും ഒരു പ്രയാസമുള്ള ഒരു സമയം തന്നെയായിരുന്നല്ലോ. അവിടെ നിന്നുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പം ഏകദേശം അധികാരത്തിൽ വന്ന 1.5 വർഷക്കാലത്തോളം കോവിഡ് കാലഘട്ടമായിരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനമാണ് ജനങ്ങളെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അക്കാലത്തെ ചുമതല. അത് ഏറ്റവും ഭംഗിയായി വളയം ഗ്രാമപഞ്ചായത്തിന് കൂട്ടായി നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ വാക്സിനേഷൻ ആയാലും, വാക്സിനേഷനിൽ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ മികച്ച രീതിയിൽ വാക്സിനേഷൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകളെ താമസിക്കുന്ന പ്രവർത്തനവും എല്ലാം നല്ല നിലയിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. വലിയ പിന്തുണ ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഡിജി കേരളം പദ്ധതി നമ്മുടെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഡിജിറ്റൽ സാക്ഷരത നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു. കേരളം മുഴുവൻ ഏറെ ശ്രദ്ധയോടെ നോക്കിക്കണ്ടൊരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിൽ 1ാം സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി വളയം ഗ്രാമപഞ്ചായത്ത് സാധിച്ചു. അതുപോലെ തന്നെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് വികസനം മാത്രമല്ല, ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് വികസനത്തോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വൃത്തി, ഏറ്റവും വൃത്തിയുള്ള അങ്ങാടികളാക്കി, വൃത്തിയുള്ള പ്രദേശങ്ങളാക്കി ഗ്രാമപഞ്ചായത്തുകളെ മാറ്റുക. അതിൽ മികച്ച പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന് ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പുഴ ശുചീകരണ പദ്ധതിയാണ്. ഇവിടെ ഈ വളയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിട്ടുള്ള മുതുകുറ്റി മുതൽ പൂങ്കളം വരെയുള്ള പുഴ തുടർച്ചയായി 5 വർഷക്കാലവും ആയിരക്കണക്കിന് ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ശുചീകരിക്കാൻ വേണ്ടി സാധിച്ചു. ആ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളും തുടർന്ന് ഏറ്റെടുക്കുന്ന ആവേശകരമായിട്ടുള്ള കാഴ്ചയാണ് വളയം ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടതിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ളത്. ഈ ഒരു 5 വർഷം പൂർത്തിയാകുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ അല്ലെങ്കിൽ അഭിമാനം തോന്നിയ അങ്ങനെ ഒരു നിമിഷം എന്ന് പറയുമ്പോൾ ഈ വികസനവുമായി ബന്ധപ്പെട്ടോ ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോഴോ അങ്ങനെ ഒരു സന്ദർഭം ഓർമ്മയുണ്ട്? ജനങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഭരണസമിതി എന്നുള്ള നിലയിലും ഇവിടുത്തെ ജീവനക്കാർക്ക് ഞാൻ ഏറ്റവും അഭിമാനപരമായ ഒരു കാര്യം, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. ഈ 5 വർഷക്കാലത്തിനിടയിൽ ഈ ഓഫീസിനകത്ത് വന്ന ഒരാൾക്ക് പോലും ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ ഉണ്ടാകുന്ന ഒരവസരം ഉണ്ടായില്ല. ഏറ്റവും നന്നായിട്ടുള്ള പെരുമാറ്റവും ആളുകളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളും എല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അഭിമാനകരമായ നേട്ടമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വളയത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. വികസന പ്രവർത്തനം എന്നുള്ളത് ഒരു തുടർച്ചയാണ്. ആ തുടർച്ച പുതിയ ഭരണസമിതിയും തീർച്ചയായും ഏറ്റെടുത്ത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം ഏകദേശം പൂർത്തീകരിക്കും. അതിൽ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വളയത്തെ ജനങ്ങൾ നല്ല നിലയിൽ സഹായിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് നല്ല നിലയിൽ വലിയ കരുതൽ ഗവൺമെൻറ്റും ഈ നിയോജകമണ്ഡലത്തിലെ MLA ശ്രീ EK വിജയനും വളയത്തോട് കാണിച്ചു. ആ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം തന്നെ ഭാഗമായിട്ടാണ് വളയം ഗ്രാമപഞ്ചായത്തിന് ജില്ലയിൽ ആകെ അഭിമാനമായി ഇങ്ങനെ മുന്നേറാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തികച്ചും ഗ്രാമപ്രദേശത്തുള്ള സാധാരണക്കാരായ ആളുകളുള്ള ഒരു പ്രദേശത്തുള്ള പഞ്ചായത്താണ്. ഇത്രയേറെ നേട്ടങ്ങൾ കൈവരിച്ചു ഈ ഒരു 5 വർഷം കൊണ്ട് എന്ന് പറയുമ്പോൾ വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. എന്ത് തന്നെയായാലും 5 വർഷം പൂർത്തിയാക്കി ഈ ഒരു ഭരണസമിതിയുടെ തലപ്പത്ത് നിന്ന് പടിയിറങ്ങുകയാണ്. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പഞ്ചായത്തിനെ ഇത്രയും മികച്ച രീതിയിൽ മുന്നോട്ട് നയിച്ചു. ഇനി ബ്ലോക്കിലേക്കുള്ള സ്ഥാനാർത്ഥിയും കൂടിയാണ്. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരാണ്. ഓരോരോ ഘട്ടങ്ങളിൽ പാർട്ടി ഓരോ ചുമതലകൾ നിശ്ചയിച്ച് നൽകുകയാണ്. ആ ചുമതലകൾ, പാർട്ടി നൽകുന്ന ചുമതലകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കല്ലുതറ ഡിവിഷനിൽ നിന്നും മത്സരിക്കുകയാണ്. തുടർന്ന് ബ്ലോക്കിലെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമവും ഇടപെടലും എല്ലാം ഉണ്ടാകും എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കല്ലുനിര ഡിവിഷനിൽ നിന്നും ഇപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുകയാണ്. പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വളയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ വലിയ നിലയിൽ നാട്ടിലാകാൻ തന്നെ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ വലിയ പിന്തുണയും അംഗീകാരവുമാണ് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ഘട്ടം പര്യടനം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഈ ഡിവിഷൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് ആളുകളെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളയത്തിനെ നയിച്ചതുപോലെ ഇനി വരുന്ന ചുമതലകൾ ഇതിലും ഭംഗിയായി ഏറ്റെടുത്ത് നടത്താൻ സാധിക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക്സ്. Charitra Vivag Bridal Collections by Shobika Weddings.